ഈ പൊതുവെ ആൾക്കാർ പറയുന്നത് 4 ഇനം പാമ്പുകൾക്ക് ആന്റിവെനം ഇഫക്റ്റ് ചെയ്യൂ എന്നാ പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള പാമ്പുകൾ കടിച്ചാൽ എന്ത് ചെയ്യും? അപ്പോ ഏതൊക്കെ പാമ്പിനെ ആന്റിവെനം ഏൽക്കുന്നത്? ശംഖുവരനെ ആന്റിവെനം നമ്മുടെ കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺസെപ്റ്റ് ബിഗ് 4 എന്ന് പറയുന്ന സ്നേക്കിന്റെ കോൺസെപ്റ്റ് ആണ്. ബിഗ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒന്ന് മൂർഖൻ, പിന്നെ ചേനത്തണ്ടൻ അല്ലെങ്കിൽ റസൽസ് വൈപ്പർ, 3 കോമൺ ക്രേറ്റ് അല്ലെങ്കിൽ ശംഖുവരൻ, സോസ്കെയിൽഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലി എന്ന് പറയുന്നത്. ഈ 4 കോൺസെപ്റ്റിലാണ്. അത്ര വിഷമുള്ള വിഷമുള്ള ഹൈ പൊട്ടൻഷ്യൽ ആണ്. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കാണപ്പെടുന്നത് വളരെ കുറവാണ്. അപ്പം ഈ 4 പാമ്പിന് എഗൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇന്ന് ആന്റിവെനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് വെനം നമ്മൾ പാമ്പിന്റെ മിൽക്ക് ചെയ്തെടുക്കുക എന്ന് പറയും. അതിന് സ്ട്രെസ് ഇല്ലാതെ തന്നെ ശരിക്കും മിൽക്ക് ചെയ്തെടുക്കുക. ആ വെനം നമ്മൾ കുതിരയിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഈ 4 പാമ്പിന്റെ കൂടെ വെനം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കുതിരയിൽ ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെയാണ്. എന്നിട്ടാണ് നമ്മൾ ആന്റിബോഡി റേസ് ചെയ്യുന്നത്. ഈ ആന്റിബോഡിയാണ് ASV നമ്മൾ പറയുന്ന ആന്റി സ്നേക്ക് വെനം. ശരിക്കും സാർ ഇത് കോർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാമ്പ് കടിച്ച് ഒരാൾ വന്നു കഴിഞ്ഞാൽ 4 എണ്ണത്തിന്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിവെനമാണ് നമ്മൾ പേഷ്യന്റിൽ കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു സിംഗിൾ ഡ്രഗ് അല്ല, ഇത് മൾട്ടിപ്പിൾ, അതായത് ഓറിയന്റ് ചെയ്തിട്ട് വരുന്ന സാധനം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളെ ക്രേറ്റ് കടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ആന്റി സ്നേക്ക് വെനത്തിന്റെ അകത്തുള്ള ക്രേറ്റ് ആന്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിരിക്കും ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. റെസ്റ്റ് ഓഫ് ദ 3 ബാക്കി 3 നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കാണും. അപ്പം ഇത് തന്നെ ആന്റിബോഡി തന്നെ കൊടുക്കുന്നത് ഒരു കോംപ്ലക്സ് പ്രോബ്ലം ആണ്. സാറ് പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അത് ഹോഴ്സിൽ നിന്ന്, കുതിരയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ആക്ട് ആസ് ആൻ ആന്റിജൻ. അത് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ശരീരത്തിൽ പ്രോട്ടീൻ ആയതുകൊണ്ട് കുറെ കാലം കിടക്കത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 14 days 20 days എന്ന് പറയുന്ന ഒരു മോഡൽ കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഡീനേച്ചർ ചെയ്തു. പക്ഷേ ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇതിന്റെ അലർജിക് റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പം ആദ്യമേ പാമ്പ് കടിച്ച് ഒരാൾ വരുവാണെങ്കിൽ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഏത് പാമ്പാണ് കടിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമുക്കില്ല. നമുക്ക് നോക്കാൻ സമയം പോകില്ലേ? പക്ഷെ നമുക്ക് ഇന്ന് ഡയഗ്നോസ്റ്റിക്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഏത് പാമ്പാണ് കടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടെക്നോളജി ഇന്ന് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 സ്പെസിഫിക് നോൺ സ്പെസിഫിക് മോഡൽസിലാണ്. ഒന്ന് 20 മിനിറ്റുള്ള ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. എക്സാക്ട്ലി. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. 4 പാമ്പിന്റെ കേസ് നമുക്ക് കോബ്ര കടിച്ചാലും ക്രേറ്റ് കടിച്ചാലും അത് ന്യൂറോടോക്സിക് ആണ്. അതിൻ്റെ അകത്ത് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷേ ന്യൂറോടോക്സിക് സ്നേക്കിന്റെ കേസിൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻ അത് റിസൾട്ട് കാണിക്കത്തില്ല. They will also check for non-specific parameters. ഈ നോൺ സ്പെസിഫിക് പാരാമീറ്റേഴ്സിലൂടെ ഈ രോഗി കടന്നു പോകുമ്പോൾ ഗോൾഡൻ അവർ 1 hour മുമ്പ് പേഷ്യന്റ് വന്നാൽ തന്നെയും അതായത് ആന്റിവെനം കൊടുക്കാൻ വേണ്ടി നമ്മൾ സമയം എടുക്കും. പക്ഷേ ഇതേ കോംപ്ലിക്കേഷൻസ് സാറെന്ന് ആലോചിച്ച് നോക്കുക. 5 to 10 വയൽസ് ഒരുമിച്ച് പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ കൊടുക്കുന്നത് നോൺ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്, ആ സിംഗിൾ ഡ്രഗ് അല്ല. ട്രീറ്റ്മെന്റ് നോൺ സ്പെസിഫിക് ആയിട്ട് പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത കോർ ഇഷ്യൂ നമുക്ക് വരുന്നത് എന്താണെന്നറിയാമോ? വി ആർ നോട്ട് ഡോക്യുമെന്റിങ് ഇറ്റ്. നമുക്കൊരു ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഇല്ല. നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് സാർ ഇതിനെ കാണുവാണെങ്കിൽ എത്ര ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അതിനെ ഡോക്യുമെന്റ് ചെയ്യുന്നില്ല. എക്സാക്ട്ലി, ഡോക്യുമെന്റ് ചെയ്യുന്നില്ല. ഡോക്യുമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥ കോർ ഇഷ്യൂ നമുക്ക് പിന്നീട് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ക്രേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞു ക്രേറ്റ് ആണ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്. സാറിന് ആലോചിച്ച് നോക്കുക, ക്രേറ്റിന്റെ കേസിൽ ഒരു ഹ്യൂമനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2 to 3 milligram വെനം മതി നമുക്ക് ഒരു ക്രേറ്റിന്. അതായത് ഒരു പാമ്പിന് ഒരാളെ കൊല്ലാൻ വേണ്ടി ലീഥൽ ഡോസ് നമുക്ക് വേണമെങ്കിൽ പറയാം 2 to 3 ഒരു മനുഷ്യനെ കടിക്കുമ്പോഴത്തേക്ക് 2 മുതൽ 3 milligram മതി. അപ്പൊ പക്ഷെ ക്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് 10 മുതൽ 15 milligram ഇഞ്ചെക്ട് ചെയ്യും. അപ്പം അതാണ് ലിഥാലിറ്റി കോംപ്ലിക്കേഷൻ. അവൻ വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോർമലി ഇതൊരു ഡൈജസ്റ്റീവ് എൻസൈം ആണ്. അതായത് അവൻ ആഹാരത്തിനെ ഡൈജസ്റ്റ് ചെയ്യാനും കൈയും കാലും ഇല്ലാത്തൊരു സ്പീഷീസാണ്. ആഹാരം അതായത് മൊത്തത്തോടുകൂടിയാണ് ഇവർ കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവനെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഈ വെനം ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെനം പൊട്ടൻഷ്യൽ പ്രോട്ടീൻസ് ആണ്. ആ ഇൻജെക്ട് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് ആണ് സാർ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പ്രേയിലേക്ക്, അതായത് ഈ ജീവികൾ അതിൻ്റെ ആഹാരത്തിൻ്റെ ജീവിയിലേക്ക് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇൻജെക്ട് ചെയ്യത്തുള്ളൂ. ബിക്കോസ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യത്തിന് എനർജി വേണം. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമാണ് ഇവന്റെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്തത്. നമ്മൾ അപകടത്തിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൺ ദ വേ നമ്മൾ അവന്റെ ദേഹത്തേക്ക് ചവിട്ടുവാണെങ്കിൽ ട്രെമൻഡസ് സ്ട്രെസ് ആയിരിക്കും അതിലുണ്ടാവുന്നത്. ഇറ്റ് വിൽ ഇൻജെക്ട് മാക്സിമം. ഇതാണ് കോർ ഇഷ്യൂ.